അശരണർക്കും ആലംബഹീനർക്കും അത്താണിയായി കൈത്തറി നാട്ടിലെ കനിവ് കമ്മ്യൂണിറ്റി സെന്റർ ശ്രദ്ധേയമാകുന്നു. കനിവ് കമ്മ്യൂണിറ്റി സെന്റർ വ്യത്യസ്തമായ ഒരു ചാരിറ്റബിൾ സംഘടനയാണ്. ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ഒരുപക്ഷെ ഏക ചാരിറ്റി സംഘടന കനിവ് കമ്മ്യൂണിറ്റി സെന്റർ ആയിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും. കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിതരായി സമൂഹത്തിൽ കനിവ് അർഹിക്കുന്ന സാധാരണക്കാരുടെ മുന്നിൽ ചികിത്സാ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നു. 3 വർഷമായി കനിവിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ നടന്നു വരികയാണ്. ഞങ്ങളുടെ കൂട്ടായ പരിശ്രമം, അതായത് നമ്മുടെ ഒരു 25 യുവാക്കളുടെ അല്ലെങ്കിൽ നല്ല മനസ്സുള്ള ആളുകളുടെ പ്രവർത്തനമാണ് ഈ കനിവിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്നുമാണ് പരമാവധി സാമ്പത്തിക സഹായം നിലവിൽ ഇതുവരെയും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാലരാപുരം പഞ്ചായത്തിലെ സ്ട്രോക്ക് രോഗികളെ കണ്ടുപിടിച്ച് അവർക്കുള്ള സഹായങ്ങൾ എത്തിക്കുകയും അവരുടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാലരാപുരം പഞ്ചായത്തിൽ സ്ട്രോക്ക് രോഗികൾ ഉണ്ടാകരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഇത് ബാലരാപുരത്തിലെ സ്ട്രോക്ക് പേഷ്യൻറ്റുകൾക്ക് വളരെ സഹായകരമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്. പല പാവപ്പെട്ടവർക്ക് ഇത് നന്നായിട്ട് ഉപകരിക്കുന്നു. അതിൽ ഞാനും ഒരു ഭാഗമാണ്. മറ്റുള്ളവരും അതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ച് ആ ഒരു കനിവ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് എല്ലാവരും നാട്ടുകാരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രവർത്തനം ആരംഭിച്ച 4 വർഷത്തിനകം ഏകദേശം 6000-ഓളം പക്ഷാഘാത ബാധിതരായ രോഗികളെ ചികിത്സയ്ക്ക് വിധേയമാക്കി സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും ഇവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. സഹായഹസ്തരായ പലരുടെയും സഹായം കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ സ്ട്രോക്ക് ബാധിച്ച് ശാരീരികമായിട്ട് ചലന വൈകല്യമുള്ള ആൾക്കാരെ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് നടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നവരിൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടും സാമ്പത്തിക ശേഷിയുള്ളവരിൽ നിന്നും നിശ്ചിത ചെറിയ തോതിലുള്ള ഫീസ് ഈടാക്കിയുമാണ് ഇവിടെ ചികിത്സ ചെയ്തു വരുന്നത്. ഇതിലേക്ക് വേണ്ടി വലിയൊരു തുക മാസം തോറും ചെലവഴിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തകരുടെ ഉദാരമായ സംഭാവനകൾ കൊണ്ടും മറ്റ് നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടുമാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഇനിയും ഇതിൻ്റെ പ്രവർത്തനം മറ്റ് മേഖലയിൽ കൂടെ വിപുലപ്പെടുത്തണമെന്ന് ഇതിൻ്റെ പ്രവർത്തകർ ആഗ്രഹിക്കുകയാണ്. അതിന് എല്ലാവരുടെയും ഒരു മനസ്സും ശരീരവും നിങ്ങൾക്ക് വേണ്ടി സഹായവും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക. പൂർണ്ണമായും ഇവിടെ വന്ന് ചികിത്സിച്ച് ഫിസിയോതെറാപ്പി പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഫിസിയോതെറാപ്പിയൊക്കെ നടത്തി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കനിവ് കമ്മ്യൂണിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം. നിരവധി രോഗികളെ ഇതിനകം തന്നെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കനിവ് കമ്മ്യൂണിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഫിസിയോതെറാപ്പി ന്യൂറോ റിഹാബിലിറ്റേഷൻ നടക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി കഴിഞ്ഞ രോഗികളൊക്കെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ധാരാളം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം നടന്നു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ കീഴിലുള്ള ലാബ് സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ്. സാധാരണ നിലവിൽ വെളിയിലുള്ള ലാബ് സൗകര്യങ്ങളെക്കാളും പ്രൈവറ്റിലെ ലാബ് 50% ലാഭമുണ്ട് ഇവിടെ വരുന്ന ലാബ് സൗകര്യങ്ങൾക്ക്. 4000-ഓളം ലാബ് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഇവിടെ നിന്ന് ബ്ലഡ് ശേഖരിച്ച് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ ലാബിൽ വലിയ അത്യാധുനികമായ ലാബുകളിൽ പരിശോധിച്ചാണ് അതിൻ്റെ റിസൾട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ വിവിധ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ട്രസ്റ്റിന് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുക തന്നെയാണ്. എന്നാലും നിർലോഭമായി ഈ നാട്ടിലെ ജനങ്ങൾ സഹായിക്കുന്നതുകൊണ്ട് മാത്രം തന്നെയാണ് ഇത് നടന്നു പോകുന്നത്. അതോടൊപ്പം നല്ല കഴിവുള്ള കുറേ പ്രവർത്തകർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളുണ്ട്. ഈ ഭാവിയിൽ ഞങ്ങൾ വളരെയധികം ഇതിനേക്കാൾ വലിയ വിപുലമായ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുപോലെ സ്വന്തമായി ഒരു സ്ഥലം വാങ്ങി അതിനകത്തൊരു വലിയ ബിൽഡിംഗ് ഒക്കെ വെച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ ആഗ്രഹം.
അതിന് നിർലോഭമായി നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നാണ് ഞാനിത് വിനീതമായി അഭ്യർത്ഥിക്കുക.